ഇന്നത്തെ ടോപ്പിക്ക് പനി വരുമ്പോൾ ചില കുട്ടികൾക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കോച്ചിവലിക്കൽ അഥവാ ഫിറ്റ്സ്. ഇതിന് ഇംഗ്ലീഷിൽ ഫിബ്രൈൽ സീഷേഴ്സ് അഥവാ ഫിബ്രൈൽ ഫിറ്റ്സ് എന്ന് പറയും. ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്? സാധാരണയായി 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കാണ് വരുന്നത്. ചിലപ്പോൾ അപൂർവമായി മാത്രം 6 വയസ്സ് വരെയും വന്നേക്കാം. എന്താണ് സംഭവിക്കുന്നത്? അതുവരെ നോർമലായി വളർന്ന ഒരു കുട്ടിക്ക്, ന്യൂറോളജിക്കലായിട്ടുള്ള യാതൊരു അസുഖവും ഇല്ലാത്ത കുട്ടി, പെട്ടെന്ന് പനിയോടുകൂടി ഫിറ്റ്സ് വരുന്നു. കൈകാലുകൾ പല രീതിയിൽ അനിയന്ത്രിതമായി ചലിപ്പിക്കുന്നു, കഴുത്ത് വളയുന്നു, കണ്ണ് മുകളിലേക്കാക്കി പിടിക്കുന്നു, ശരീരം സ്റ്റിഫാവുന്നു, ചിലപ്പോൾ ശ്രദ്ധിച്ചേക്കാം, ചിലപ്പോൾ അറിയാതെ മലവും മൂത്രവും പോയേക്കാം. എല്ലാവരും പെട്ടെന്ന് പരിഭ്രമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇത്. എന്താണ് ഉടനെ ചെയ്യേണ്ടത്? കുട്ടിയെ ഒരു വശം ചെരിച്ച് കിടത്തണം. തലേണ ഉപയോഗിക്കരുത്. വേണമെങ്കിൽ ഫ്ലോറിലും കിടത്താം. ഇടതുവശം ചരിച്ച് കിടത്തുന്നതാണ് കൂടുതൽ നന്ന്. വായിൽ കൂടെ ഒന്നും കൊടുക്കരുത്. പനി അധികമായിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം കൊണ്ടോ ഇളം ചൂടുവെള്ളം കൊണ്ടോ തുടയ്ക്കാം. തല ഉയർത്തി വെക്കരുത്. തല ഉയർത്തി വെച്ചാൽ ശബ്ദിച്ചു വരുന്നത് പുറത്തേക്ക് പോവുകയില്ല. തിരിച്ചിറങ്ങിപ്പോയാൽ ശ്വാസക്കൊള്ളിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തലയണ വെക്കരുത്. കുട്ടിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ചരിച്ചു കിടത്തിക്കൊണ്ട് വേണം പോകാനായിട്ട്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടും പനി മാറിയില്ലെങ്കിൽ ഡോക്ടർ പനിയുടെ മരുന്നും അതുപോലെ ഫിറ്റ്സ് കുറയാനുള്ള മരുന്നും ഇഞ്ചക്ഷൻ രൂപത്തിലോ അല്ലെങ്കിൽ സപ്പോസിറ്ററി രൂപത്തിലോ കൊടുക്കും. പനിയും ഫിറ്റ്സും കൺട്രോളിലായി കഴിഞ്ഞാൽ കുട്ടി കുറച്ചു നേരം ഉറങ്ങും. എഴുന്നേറ്റ് കഴിയുമ്പോൾ ഫ്രഷായി പഴയ പോലെ ആകുന്നു. ഇതാണ് സാധാരണ ഫിബ്രൈൽ ഫിറ്റ്സ്. പ്രധാനമായും ഫിറ്റ്സ് 2 തരത്തിലാണ് വരുന്നത്. 2 വയസ്സിലുള്ള കൈകാൽ ചലനങ്ങളുമായി 15 മിനിറ്റിൽ കൂടാതെ നിൽക്കുന്ന ഫിറ്റ്സ് സിമ്പിൾ ഫീബ്രൈൽ ഫിറ്റ്സ്. അതേസമയം ഫിറ്റ്സിൻ്റെ സമയം 15 മിനിറ്റിൽ കൂടുകയും ഒരു വശത്ത് മാത്രമായിട്ട് വരികയും ആദ്യത്തെ ദിവസത്തിൽ വീണ്ടും ഫിറ്റ്സ് വരികയും ചെയ്താൽ കോംപ്ലക്സ് ഫിബ്രൈൽ ഫിറ്റ്സ്. 85% കുട്ടികൾക്കും സാധാരണയായിട്ട് വരുന്നത് സിമ്പിൾ ഫിബ്രൈൽ ഫിറ്റ്സ്. അതേസമയം ഏതാണ്ട് 15% കുട്ടികൾക്ക് വരുന്നത് കോംപ്ലക്സ് ഫിബ്രൈൽ ഫിറ്റ്സ്. സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ മിനിമം 24 മണിക്കൂറെങ്കിലും കിടത്തിൽ പരിശോധിക്കും. ഫിറ്റ്സ് വീണ്ടും വരുന്നുണ്ടോ, അതുപോലെ വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടാണ് ഫിറ്റ്സ് വന്നത് എന്നതൊക്കെ പരിശോധിക്കാനായിട്ടാണ്. തലയെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളൊന്നും ഇല്ല എന്ന് ബോധ്യമായാൽ പനി മാറിക്കഴിഞ്ഞാൽ ഡോക്ടർ പനിയുടെ മരുന്നും ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഗുളികകളുമായിട്ട് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യും. ആർക്കാണ് വീണ്ടും ഫിറ്റ്സ് വരാൻ സാധ്യതയുള്ളത്? 1, ആദ്യമായി ഫിറ്റ്സ് വരുന്നത് 1.5 വയസ്സിൽ താഴെയാണെങ്കിൽ. 2, ചെറിയ പനിയോടുകൂടി ഫിറ്റ്സ് വരികയാണെങ്കിൽ. 3, കുട്ടിയുടെ മാതാപിതാക്കന്മാർക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ എപ്പോഴെങ്കിലും നേരത്തെ ഫിറ്റ്സ് വന്നിട്ടുള്ള ചരിത്രമുണ്ടെങ്കിൽ. 4, ഫിറ്റ്സ് 15 മിനിറ്റിൽ കൂടുതൽ നിൽക്കുന്ന കുട്ടികൾക്ക്. ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് വീണ്ടും ഫിറ്റ്സ് വരാൻ സാധ്യതയുള്ളത്. ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഗുളിക എപ്പോഴാണ് കൊടുക്കേണ്ടത്? വീണ്ടും എപ്പോഴെങ്കിലും പനി വന്നാൽ തുടക്കത്തിലെ തന്നെ പനിയുടെ മരുന്നും ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഗുളികയും കൊടുത്തിരിക്കണം. ഇപ്പോഴത്തെ നിർദ്ദേശം അനുസരിച്ച് ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഗുളിക മിനിമം 2 ദിവസമെങ്കിലും കൊടുത്തിരിക്കണം. അതായത് ഡോക്ടർ പറയുന്ന ഡോസിൽ 12 മണിക്കൂർ ഇടവിട്ട് 4 ഡോസെങ്കിലും കൊടുത്തിരിക്കണം. ചിലരുടെ വിചാരം പനി കൂടുമ്പോൾ മതി ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഗുളിക കൊടുക്കാൻ എന്നാണ്. എന്നാൽ അത് ശരിയല്ല. എത്ര നിസ്സാരമായ പനിയാണെങ്കിലും ഫിറ്റ്സ് വരാതിരിക്കാനുള്ള ഗുളിക തുടക്കത്തിലേ കൊടുത്തിരിക്കാം. ചില കുട്ടികൾക്ക് വളരെ നിസ്സാരമായ പനിയിൽ പോലും ചിലപ്പോൾ ഫിറ്റ്സ് വന്നേക്കാം. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഫിറ്റ്സ് വന്നാൽ കുട്ടിയുടെ ബുദ്ധിശക്തിയെ ബാധിക്കുമോ എന്നാണ്.
സാധാരണഗതിയിൽ പനി വന്നിട്ടുള്ള ഫിറ്റ്സ് കുട്ടിയുടെ ബുദ്ധിശക്തിയോ പഠനശേഷിയോ ബാധിക്കുകയില്ല. പിന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുട്ടിക്ക് ഭാവിയിൽ അപസ്മാര രോഗം അഥവാ എപ്പിലെപ്സി വരുമോ എന്നാണ്. ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. സിമ്പിൾ ഫിറ്റ്സ് വരുന്ന കുട്ടികൾക്ക് 1.5% താഴെ സാധ്യതയുള്ളൂ. അതേസമയം കോംപ്ലക്സ് ഫിറ്റ്സ് വരുന്ന കുട്ടികൾക്ക് സാധ്യത 3% മേലെയാണ്. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.